കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതാരാ വന്നിരിക്കുന്നേ? ഇതിനകത്ത് കയറാനുള്ള ധൈര്യമൊക്കെ കിട്ടിയോ? ഇതേ എന്റെ അനിയന്റെ സ്ഥാപനമാണ്. ഇവിടെ വരുന്നതിന് എനിക്ക് വിലക്കൊന്നുമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടല്ലേ? എന്താ സംശയം? വരാറുണ്ട്. അമ്മ ഇതൊന്നും അറിയുന്നില്ല. എന്നാ പിന്നെ അമ്മയെ അറിയിച്ചു കൊടുക്കും. അതെ, നീ ഞങ്ങളുടെ ഇളയ പെങ്ങളാണ്. അതിന്റെ ഒരു സ്നേഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഒന്ന് ഉപദേശിക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ആരുടെ ഉപദേശം ഒന്നും കേൾക്കണ്ട. പറയേണ്ടത് എനിക്ക് പറഞ്ഞേ പറ്റൂ. അവനുണ്ടല്ലോ ആ കാർത്തി, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാ. ആയിക്കോട്ടെ, ഏറ്റവും വലിയ തല്ലിപ്പൊളി ആയിക്കോട്ടെ. പക്ഷെ ഒന്നുണ്ടല്ലോ, ആ കാർത്തി അവന്റെ അച്ഛനും ഭാഗ്യലക്ഷ്മിക്കും കുടുംബത്തിനും ശത്രുക്കളാ. അങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നതുകൊണ്ടാ ഞാൻ അവിടേക്ക് ചെല്ലാൻ തീരുമാനിച്ചത്. പിന്നെ ഇട്ടുമൂടാനുള്ള സമ്പത്തും ഉണ്ട് അവർക്ക്. ദാമ്പത്യ ജീവിതത്തിന്റെ അടുത്തുള്ള സമ്പത്താണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാശില്ലെങ്കിൽ സത്യത്തിൽ ആർക്കും ഒരു വിലയുമില്ല. അതാണ് നിന്റെയൊക്കെ തകർച്ച. ഞാനും ജയനും തിരഞ്ഞെടുത്തതേ സമ്പത്തുള്ള പെൺകുട്ടികളല്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മനസ്സിലാക്കുന്ന കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെയാ. അതിന്റെ മനസ്സമാധാനം ഞങ്ങൾക്കുണ്ട് താൻ. എന്നാലിപ്പോ ദീപയെ ജയലാലിൽ നിന്ന് വേർപെടുത്തിയിട്ട് അതില്ലാതാക്കിയത് നമ്മുടെ അമ്മയാണ്, നീയാണ്. ഓ, അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനായിട്ട് വന്നായിരിക്കും. അതെടി, അവരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ആഗ്രഹം. ജയലാലിന് ദീപയെ പോലൊരു പെൺകുട്ടിയെ കിട്ടൂലെന്ന് എനിക്കറിയാം. അതിലുപരി നമ്മുടെ കുടുംബത്തില് ഇതുപോലൊരു പാവപ്പെട്ട പെൺകുട്ടി മരുമകളായിട്ട് വരില്ലെന്നും എനിക്കറിയാം. അനിയന്റെ ചേട്ടന്റെ കണ്ണിലെ അവള് ചിലപ്പോ പാവമായിരിക്കും. പക്ഷെ ഞങ്ങളുടെയൊക്കെ മുന്നിലെ അവള് വെറും പാഴ. ആ പേര് യോജിക്കുന്നത് നിനക്കും നിന്റെ ചേച്ചിക്കുവാ. ദീപയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കും നിന്റെ ചേച്ചിക്കുമില്ല. വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്കുമില്ല. സംസാരിച്ച് സംസാരിച്ച് എന്റെ അമ്മയെ കൊച്ചാക്കരുത് കേട്ടോ. എന്തിനാ കൊച്ചാക്കുന്നത്? മക്കളെ വളർത്തിയിട്ട് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അമ്മയെ മക്കൾക്ക് അധികമൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ടും അവൻ ഓടി നടന്നു അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി. ഞാനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നല്ല വക്കീലിനെ വെച്ചിട്ടാ പുറത്തു കൊണ്ടുവന്നത്. അതിനുള്ള പ്രതിഫലമാണ് നമ്മുടെ അമ്മ ഇപ്പോ അവന് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇയാൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ദീപ ആ വഴി തെറ്റി നടന്നവള് ഇനി ജേട്ടന്റെ ജീവിതത്തിലേക്ക് വരില്ല. എന്നാ നീ കേട്ടോ, ദീപയല്ലാതെ മറ്റൊരു പെൺകുട്ടിയും ജയന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. വാശിയാണോ? വാശി തന്നെ. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നീ കാർത്തി എന്ന പയ്യനെ കെട്ടുന്നതും നീ സ്വയം കഴുത്തറക്കുന്നതും ഒരുപോലെയാ. നിനക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഞാനും ജയനും കൂടി കണ്ടെത്തി തരാം. നീ മരുമകളായി കയറി ചെല്ലുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെങ്കിൽ. എനിക്ക് നിങ്ങൾ ആരും ബന്ധം ആലോചിക്കണ്ട. എനിക്ക് വേണ്ട പയ്യനെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്റെ അമ്മയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് കാർത്തിയെ തന്നെ ഞാൻ വിവാഹം കഴിക്കും. അതിനെന്റെ മൂത്ത ചേട്ടൻ വരണമെന്നില്ല. നിങ്ങളെ ഞാൻ വിളിക്കാനും പോകുന്നില്ല. അയ്യോ, നീ എന്നെ വിളിക്കണ്ട. പക്ഷേ നീ എന്നെ വിളിക്കും അവനൊപ്പം ജീവിച്ചു മതിയാവുമ്പോ, അവന്റെ വീട്ടിൽ കിടന്ന് നട്ടം തിരിയുമ്പോ. എല്ലാവരുമേ നമ്മുടെ അച്ഛനെ പോലെയാണെന്ന് കരുതരുത്. ഭാര്യമാരുടെ മുന്നിൽ നട്ടല് വളച്ച് നിൽക്കുമെന്നും കരുതരുത്. എന്തായാലും ജയന്റെ ജീവിതം കശക്കേറിയാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെ അമ്മയുടെയും നിന്റെയും ആഗ്രഹം നടക്കാനും പോകുന്നില്ല. ഞാൻ നടതള്ളിയ ശേഷം ആദ്യമായിട്ടാ ഞാൻ നിന്നെ വിളിക്കുന്നത്. ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അതെന്തിനാണെന്നറിയാവോ? ഇതിനായിരുന്നു. പൊതു നിരത്തിൽ വെച്ച് നിന്നെ തല്ലാൻ. എന്റെ അമ്മയല്ലേ തല്ലിയത്? അതിനെന്താ, അതെത്ര വേണേലും കൊള്ളാൻ ഞാൻ തയ്യാറാ. നീ ഷോറൂമിൽ പോയി എന്റെ കൊച്ചിനോട് എന്താടാ പറയുന്നേ?
ഏ അവളെ കാണാനോ അവളോട് സംസാരിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെ കിട്ടിയേ? ഇനി നീ എന്റെ മോളെ ശല്യം ചെയ്യുകയോ ഷോറൂമിനകത്ത് കേറുകയോ ചെയ്താ കൊന്നുകളയുന്നതിന് ഞാൻ. അവളെ പോയി കാണാനും അവളെ വിമർശിക്കാനുമുള്ള തന്റെ ഇടം നിനക്ക് കിട്ടിയല്ലേ? വീട്ടിനകത്ത് 2 എണ്ണം ഉണ്ട്. അവളുമാരായിരിക്കും നിന്നെ തള്ളി വിട്ടത് ജയലാലിനെ തിളപ്പിക്കാൻ. അവനെ എനിക്കും ചാരുവിനും ഒക്കെ എതിരാക്കാൻ. അവരാരും പറഞ്ഞിട്ടല്ല ഞാൻ ഷോറൂമിലേക്ക് ചെന്നത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നിന്റെ മുന്നിൽ വെച്ചാ ഞാൻ ജയനെ പിടിച്ചുകൊണ്ട് പോയത്. അന്ന് അവിടെ നടന്ന സീനൊക്കെ നീയും കണ്ടതാ. എന്നിട്ട് ദീപ എന്ന് പറയുന്നവളെയും ജയലാലിനെയും തമ്മില് കൂട്ടിയോജിപ്പിക്കാനായിട്ട് നടക്കണോ നീ? അവര് തമ്മിലാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത്. അതാണ് നമ്മുടെ കുടുംബത്തിന് നല്ലത്. അമ്മയ്ക്ക് നല്ലതാ. നിർത്തടാ. ഞാൻ വേർപെടുത്തിയ ബന്ധം നീ വിളക്കി ചേർക്കാൻ ശ്രമിക്കുകയാണോ? അതിനുള്ള തന്റെ ഇടം നിനക്കൊണ്ടോടാ? അങ്ങനെ വന്നാലുണ്ടല്ലോ നിന്റെ ഭാര്യയുടെ അവളുടെ അമ്മയുടെ മുമ്പിലിട്ട് തലവെട്ടും ഞാൻ. അമ്മ ഇങ്ങനെ എല്ലാവരുടെയും തലവെട്ടിയിട്ട് അമ്മയുടെ സ്വാർത്ഥത മാത്രം നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ വയസ്സുകാലത്ത് കിടന്ന് നരയിക്കാൻ പോകുന്നത് അമ്മ തന്നെ ആയിരിക്കും. ആയിക്കോട്ടെടാ, ഞാൻ നരകിച്ചോട്ടെ. അതിലെനിക്ക് ഒരു വേദനയില്ല. എന്നാ ഞാൻ ഒരിക്കൽ തള്ളിക്കളഞ്ഞവരെ വീണ്ടും എന്റെ മക്കള് സ്വീകരിച്ച അത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. നിന്നെ ഞാൻ നിന്റെ വഴിക്ക് വിട്ടു. എന്നാ അതുപോലെ ജയനെ വിടുമെന്ന് നീ കരുതണ്ട. അവൻ എന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കും എന്റെ മരണം വരെ. ഞാനിപ്പോ കല്യാണാലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികളെ ഓരോരുത്തരായിട്ട് കണ്ടുവരികയാ. അവൻ ആരെയും ഇഷ്ടപ്പെടണമെന്നൊന്നും എനിക്കില്ല. എന്നാൽ എനിക്ക് ആരെയെങ്കിലും ബോധിച്ച അവൾ എന്റെ മരുമോളായിട്ട് വരും. നിന്റെ അനിയൻ അവളെ കെട്ടും. അതിനു പകരം അവൻ മരിക്കുന്നതാണ് നല്ലതെന്ന് കരുതിയാലോ? അങ്ങനെ മരിക്കുന്നെങ്കിൽ അവനങ്ങ് മരിച്ചോട്ടടാ. അമ്മ മരിക്കാതിരിക്കാനാണ്, അമ്മ കത്തിത്തീരുന്നത് കാണാതിരിക്കാനാണ് അവൻ ദീപയെ വിട്ടുകളഞ്ഞത്. എന്നിട്ട് അവൻ മരിച്ചാലും അമ്മയുടെ വാശി നടക്കണമല്ലേ? എന്നെ നീ കൂടുതൽ ചോദ്യം ചെയ്യൊന്നും വേണ്ട. നിന്നെ വിളിപ്പിച്ചതേ ഞാൻ സ്നേഹിക്കുന്ന എന്റെ മക്കളെ നീ ഇനി കാണരുതെന്ന് പറയാനാ. നീ എന്താടാ ഒന്നും പറയാതെ പോന്നേ? എന്റെ വീട്ടിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നും എന്റെ അച്ഛനായിരുന്നു, പിന്നെ എന്റെ അനിയനും. ഈ 2 പേരെയും എനിക്ക് കാണണമെന്ന് തോന്നിയാൽ, അവർക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും ഞാൻ അവരെ കണ്ടിരിക്കും. തളയ്ക്കപ്പെട്ടു അല്ലേ? ഇപ്പൊ തന്നെ അവളുടെ കണ്ണും തെറ്റിയപ്പോഴാ ചാടിപ്പോന്നത്. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ. എനിക്കൊന്ന് ദീപയെ കാണുന്നുണ്ട് ജഗ, അതിന് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതിരുന്ന പറ്റില്ലല്ലോ. നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് വഴി? ഇതിനു വേണ്ടി ആർക്കും പരിക്കില്ലാത്തൊരു മാർഗം ഞാൻ സ്വീകരിക്കാൻ പോവാ. അവിടെ പിന്നെ ജയലാൽ സഹകരിക്കണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ദീപ എന്ന് കണ്ടാൽ മാത്രം മതി. അയാളൊന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല, അതല്ലേ കഷ്ടം. ജഗന്റെ മൊബൈലൊന്ന് എടുത്തിട്ട് അയാളൊന്ന് വിളിച്ചേ. ഇപ്പൊ വിളിക്കണ്ട. ജയലാലിന് പറയാനുള്ളതൊക്കെ നാളെ നേരിട്ട് കണ്ട് പറയാം. അത് സാധിക്കോ ജയ? ഞാനാ വാക്ക് തരുന്നത്. നാളെ നിങ്ങൾ തമ്മിൽ കാണുമെന്ന്. ജഗൻ വിളിച്ചപ്പോ ഞാൻ ഓടി വന്നത് മറ്റൊരു കാര്യം പറയാനാ. അമ്മേന്റെ 2ാം കെട്ട് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുക. അതിനുവേണ്ടി പല പെൺകുട്ടികളെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. വല്ലാത്തൊരു പരീക്ഷണമാണ് ജഗ മുന്നിൽ.
അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഞാനുള്ളപ്പോൾ അങ്ങനെ ഒരു രണ്ടാം കെട്ട് നടക്കില്ല. ജയലാലിന്റെ അമ്മ ആരെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ അഡ്രസ്സിങ് തന്നാൽ മതി. ഞാൻ നേരെ അവരുടെ വീട്ടിലേക്ക് പോയിക്കോളാം. ആദ്യം ഞാനൊരു താക്കീത് കൊടുക്കും. അതുകൊണ്ടും തീർന്നില്ലെങ്കിൽ തന്തക്കിട്ട് തല്ലും. ആങ്ങളമാരുണ്ടെങ്കിൽ അവർക്കിട്ടും തല്ലും. പിന്നെ ഒരുപാട് പരിപാടികളുണ്ട് വിവാഹം മുടക്കാൻ. നിങ്ങളുടെ കല്യാണം നടത്താനായിരുന്നു പാട്. അത് വളരെ ഈസി ആയിട്ട് നടത്തിയെങ്കിൽ ഈ കല്യാണാലോചന മുടക്കാനാണോ പ്രയാസം? അമ്മയുടെ സ്വഭാവം അറിയാലോ. അച്ഛൻ നാട്ടിൽ നിന്ന് പോയല്ലേ? മനസ്സുമെടുത്ത് പോയെന്ന് പറയാം. ഞാനും കൂടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അച്ഛനും മനസ്സിലായി അവിടെ നിലനിൽപ്പില്ലെന്ന്. അതുകൊണ്ടാണ് അമ്മയുടെ മുഖത്തോക്കി പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങിപ്പോയത്. ആ സമയത്ത് അമ്മയെ തല്ലിയതൊന്നുമില്ല അല്ലേ? ഇല്ല. അമ്മയ്ക്ക് 2 തല്ലു കൊടുക്കാനുള്ള അർഹത ജയലാലിന്റെ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമെങ്കിൽ അച്ഛനെതിരെ അമ്മ കേസ് കൊടുക്കും. അച്ഛനെ ജയിലിൽ കിടത്തും. ആ, ഇപ്പൊ ഒരുത്തി ചെയ്തറിയാലോ. ദീപയുടെ അമ്മ ലോക്കപ്പ് വരെ കിടത്തിയില്ലേ? ആണായാലും പെണ്ണായാലും മനുഷ്യന്മാരെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ നീക്കുപോക്കനൊന്നും നിൽക്കരുത്. അവരെ മര്യാദ പഠിപ്പിക്കണം. ഇവിടെ പക്ഷേ ജയലാലിന്റെ അവസ്ഥ എനിക്കറിയാം. അമ്മമാരോട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനും ദീപയും പരസ്പരം കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ജഗ. അയാളുടെ ശബ്ദമൊന്നും കേൾക്കാൻ കഴിയാത്തോണ്ട്, അയാളെ കാണാൻ കഴിയാത്തോണ്ട് വല്ലാത്തൊരു ശ്വാസം മുട്ടല എനിക്ക്. അയാൾക്കും അങ്ങനെ തന്നെ. അതിന്റെ ഷോറൂമിൽ ജോലി ചെയ്യുന്ന ഹരിത എന്ന പെൺകുട്ടി പറഞ്ഞു അവരൊരുമിച്ചാ താമസിക്കുന്നത്. അതൊക്കെ എനിക്കറിയാം. ആ വീടും പരിസരമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ വീടുകളും ഞാനിപ്പോൾ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ വാക്കാ. നാളെ നിങ്ങൾ തമ്മിൽ കാണും, ഇഷ്ടം പോലെ സംസാരിക്കും. ഒരു ഫുൾ ഡേ ഞാൻ നിങ്ങൾക്കായിട്ട് വിട്ടു തന്നിരിക്കും. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. ശരി ജഗ, നിങ്ങളെ കൊണ്ടേ അതിന് കഴിയും. എന്നാ പിന്നെ ഞാൻ ശരി ശരി. ജഗ, ധൈര്യമായിട്ട് ഭാര്യയും വിളിച്ചുകൊണ്ട് പുറത്തൊക്കെ ചുറ്റിക്കോ. പോകാനുള്ളിടത്തൊക്കെ പൊയ്ക്കോ. ആരുടെയും യാതൊരു ശല്യവും നിങ്ങൾക്കുണ്ടാവില്ല. ചാരു ഇവിടെ ഉണ്ട്. ഒരു ചാരുവില്ല. ചാരു ഇവിടെയാ. അവിടെയോ? ആ, ഒരു 3 മണി സമയത്തൊക്കെ എല്ലാവരും നല്ല ഉറക്കമായിരിക്കുമല്ലോ. എന്നാൽ ആ സമയത്ത് ഞാൻ ഉറങ്ങിയില്ല. ഞാനും കറണ്ടും. ഞങ്ങൾ അവിടെ വന്ന് ഉറക്കത്തിൽ കിടന്ന തന്റെ പെങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഞങ്ങളോടൊന്നും തോന്നരുത്. ജയലാലിന്റെയും ദീപയുടെയൊക്കെ ശ്വാസം മുട്ടൽ കണ്ടപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് തോന്നി. ഇന്നിനി വൈകുന്നേരം തന്റെ പെങ്ങളെ ഞാൻ അങ്ങോട്ട് വിടൂ. എന്റെ അരികിൽ അവൾ ഇരിക്കുന്നതിൽ തനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ കുറച്ച് സാഹസമാണ് കാണിച്ചത്. എന്നാലും ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും ജയലാലെ. നിങ്ങൾക്ക് തമ്മിൽ കാണാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഷോറൂമിലേക്കൊന്നും പോകണ്ട. രണ്ടാളും എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ച് തകർക്ക്. അല്ല, അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാ? എന്തായാലും തന്റെ പെങ്ങളിത് അറിയത്തില്ല. അറിയാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല ജയലാലെ. പിന്നെ ഇവിടുന്ന് പോയ ശേഷം അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും കാര്യം നടക്കട്ടെ. താൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോവാൻ നോക്ക്. ശരി.
ആദ്യം നിന്നെ, പിന്നെ നിന്റെ അമ്മയെ, രണ്ടിനെയും കൊന്നുകളഞ്ഞ് തീരുമെങ്കിൽ അത് ചെയ്തിരിക്കും. നിനക്ക് എന്തിന്റെ കേടാടി? നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നത്? നിന്നെപ്പോലൊരു പെൺകുട്ടി തന്നെയാ ദീപിയും. നീ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് മൊത്തം ഒരു നല്ല കുടുംബജീവിതം വേണമെന്നല്ല ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ ദീപ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ജയലാല് ചേട്ടന് ദീപ ചേച്ചി എന്ന് പറഞ്ഞ ജീവനാ. പിന്നെ എന്തർത്ഥത്തിലാ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ നീ അകറ്റാൻ നോക്കുന്നത്? ജയിൽ പുള്ളിയായ അമ്മയ്ക്ക് മരുമോളെ ഒതുക്കാനൊക്കെ പറ്റുമായിരിക്കും. എന്നാൽ നിന്റെ അമ്മയെക്കാളും കൂടുതൽ കാലം ജയിലിൽ കിടന്നവനാ ഞാൻ. ഒരു സമയത്ത് ജയിലായിരുന്നു എൻ്റെ വീട്. അധിക സമയവും ഞാൻ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവരോടൊന്ന് പറഞ്ഞേക്കണം, ഒന്ന് പൊടിക്ക് ഒതുങ്ങി കഴിയാൻ. നിന്നോട് ആ പ്രേമനൊന്നും പറയാറില്ലേടി? ഇല്ല. ഒന്നും. ബുള്ളറ്റ് ഒന്നും കേൾക്കുന്ന അയാൾക്ക് പേടിയാ. ആ ബുള്ളറ്റാ ഈ ബുള്ളറ്റ്? അറിയാം. അറിയില്ല, ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഭർത്താവിന് ഭാര്യയെ കാണാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. അത് ഒഴിവാക്കിയിട്ട് അവരൊന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നതായിരിക്കും ബുദ്ധി. നിനക്ക് ഈ കത്തി കണ്ടപ്പോ തന്നെ വലിയ പേടിയാ. എന്ന് വെച്ചാ മരിക്കാൻ പേടിയുള്ള കൂട്ടത്തിലാ നീ. പിന്നെ അത് ചോദിച്ചു വാങ്ങണോ? എടീ, ജയലാലിനെ പോലെ ഒരു ആങ്ങളെ കിട്ടാൻ നീയൊക്കെ പുണ്യം ചെയ്യണം. അതുപോലെ ദീപയെ പോലെ ഒരു നാത്തൂനെ കിട്ടാനും. നിന്റെ വീട്ടിലേക്ക് വന്ന മൂത്ത മരുമോൾ ദീപയെ പോലെ ആയിരുന്നോ? അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള അടിയും വഴക്കും കൂടിക്കൂടി വന്നപ്പോഴല്ലേ അമ്മായിയമ്മ മരുമോളുടെ തലമുണ്ട അടിച്ച് പൊട്ടിച്ചത്. അവിടെ പിന്നെ എന്താ ഉണ്ടായത്? നിന്റെ അമ്മ നേരെ ജയിലിലേക്ക് പോയില്ലേ? ഇവിടെ ദീപ വിചാരിച്ചാലുണ്ടല്ലോ നിന്നെയും നിന്റെ അമ്മയൊക്കെ കോടതി കയറ്റാം. ഭർത്താവിനെ തടങ്കലിലാക്കിയതിന്റെ പേരിൽ കോടതിക്ക് മുന്നിൽ നിന്നെയൊക്കെ തൊലിയുരിക്കാം. എന്നാൽ ദീപയും ദീപയുടെ അമ്മയും അനിയത്തിയും ഒക്കെ മാന്യത ഒരുപാടുള്ള കൂട്ടത്തിലായതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത്. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിന്റെ അമ്മ മാത്രമല്ല, വേറെ ഒരുത്തനും അതിന്റെ പിന്നിലുണ്ട്, ആ കാർത്തി. എടി, നിന്നെ അവൻ കെട്ടുന്നതിന് മുമ്പ് മിക്കവാറും അന്ന് അവനെ കൊത്തിയരിയും. അങ്ങനെ കൊത്തിയരിയേണ്ട കാര്യമൊന്നും ഇല്ലടാ. അവൻ ഇവളെ കെട്ടിക്കഴിഞ്ഞാലേ അവൻ തന്നെ ഇവളെ കൊത്തിയരിഞ്ഞോളൂ. എനിക്ക് ഇപ്പോഴെങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇന്നത്തെ ദിവസം ജയലാലിന് ദീപയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുക. അവര് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ജയലാൽ എന്നെ വിളിക്കും. ആ സമയത്ത് നിന്നെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചോളാം. അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്നെ ഒന്നും ചെയ്യരുത്. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്. അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. ആ ഇല്ല.